ഭൂമിഗീതത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ വെറ്റിലപ്പാറയിൽ താമസിക്കുന്ന ശ്രീ ടി വി തോമസിന്റെ വിശാലമായ കൃഷിയിടത്തിലെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം കണ്ടത്. അതിൻ്റെ തുടർ ദൃശ്യങ്ങളാണ് ഈ ആഴ്ചയിൽ. ഏവർക്കും അതൊക്കെ കാണാനായി സ്വാഗതം. വാട എത്ര ഉണ്ട് സാറിന്? ഇതിപ്പോ 5-3 8 3 തള്ളയും 5 കുഞ്ഞുങ്ങളും. ഇതിപ്പോ ഇനിയിപ്പോ കുഞ്ഞുങ്ങളെ വലുതാകുമ്പോഴത്തേക്ക് 2 പെൺകുഞ്ഞുങ്ങളും കൂടെ ഉണ്ട്. ഒരാടിനെ മേടിച്ച ഒരു 6 1 കൊല്ലം 2 കൊല്ലേ ആയുള്ളൂ ഇപ്പൊ ഈ ആട് വളർത്തുന്നത്. എല്ലാം അതിൽ നിന്ന് ഇങ്ങനെ ഈ പെർമിറ്റേഷൻസ് 2, 4, 8 അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടുത്തെ ചേർത്തിയുടെ പരിപാടിയാണ്. കഴിഞ്ഞൊരു 2-3 മണിക്കൂർ അങ്ങനെ ഇറക്കി വിടും. ഇറക്കി വിടും അല്ലേ? അപ്പൊ അവർക്ക് ആവശ്യത്തിന് തീറ്റയൊക്കെ പ്രാവശ്യം 2 മുട്ടന്മാർ ഒരെണ്ണം 35 കിലോ ഉണ്ടാകും. ഈ കപ്പലോട്ട് കെട്ടി തൂക്കും. 250 രൂപ വിലയ്ക്ക് അതിന് വിൽക്കും. അവർ 400 പോകുന്നേ. അപ്പൊ ഇതൊരു 6-8 മാസം. ഇതിപ്പോ 3 കുഞ്ഞുങ്ങളാണ്. കടയിൽ മട്ടൻ മേടിക്കുമ്പോ 600-650 വില കിലോയ്ക്ക്. അതല്ല ഒരു വിഷമമില്ലാത്ത കാര്യമാണ്. വിഷമില്ലാതെ വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ വളർത്തുന്ന കാര്യം. ഇനി അത് തന്നെയല്ലേ ഇത് ഇതിന്റെ കാഷ്ടായി പിന്നെ കൃഷിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനത്ത് കൊണ്ട് മാത്രം ഇതിനെ പറ്റിയല്ലോ. ആടായി, കോഴിയായി, പശുവായി എല്ലാം മാറി മാറി വേണം. പാല് നമ്മൾ കറന്നെടുക്കലില്ല. ഇല്ല, അതൊക്കെ കുഞ്ഞുങ്ങൾ കൊടുക്കുന്നതിന്റെ മെച്ചമുണ്ട്. കുഞ്ഞുങ്ങൾ അതുകൊണ്ട് പെട്ടെന്ന് വരുന്നത്. ഇത് നമുക്ക് ആ വളത്തിന്റെ ഇത് മണ്ണിര കമ്പോസ്റ്റ്. അതെ, മണ്ണിര കമ്പോസ്റ്റിന്റെ. ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ഇടുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിറ്റ അടിച്ചു വരുന്ന പിന്നെ കന്നുകളിക്ക് നമ്മൾ എങ്ങനെ തീറ്റ കൊടുത്താലും കുറെ വേസ്റ്റ് വരും. അപ്പൊ അതൊക്കെ കൂടെ വാരി അവിടെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈച്ചയായി പുഴുവായി ഇങ്ങനെയൊക്കെ. അതിന് വേണ്ടിയിട്ട് കൂടുതൽ ഇത് മാലിന്യ സംസ്കരണം അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വീടിന്റെ പറമ്പിലും ചുറ്റുപാടുള്ളത് മുഴുവൻ വാരി ഇതിനകത്ത് കൊണ്ടിട്ടു. അതിനകത്ത് കുറച്ച് ചാണകം കലക്കി വെച്ചു. കഴിച്ചാൽ അത് ചീഞ്ഞ് കഴിയുമ്പോഴാണ് എടുത്ത് ഇതിനകത്ത് മാറ്റും. ഇതിപ്പം ഇതുണ്ടാക്കിയത് 1 മീറ്റർ വീതി, 4 മീറ്റർ നീളം. എന്നിട്ട് അതിന്റെ പകുതി 2 മീറ്റർ 2 കള്ളിയാക്കി. ഇതിൽ ഒരു കള്ളി ഇത് ചെയ്യാൻ വേണ്ടിയിട്ടിടും. ഇത് ചെയ്യുമ്പോൾ ചെറിയ ആവി ഉണ്ടാവും. ആവി പോയിട്ടിട്ടില്ലെങ്കിൽ ഇര കിടക്കില്ല. അത് ചീഞ്ഞിട്ടാണ് ഇതിങ്ങോട്ട് ഇടുന്നത്. അതൊന്ന് പാകമായിട്ടാണ് ഇങ്ങോട്ട് ഇടുന്നത്. അപ്പൊ ഈ 4 മീറ്ററിന്റെ പകുതിക്ക് ഇതിന്റെ ഈ ഒരു മൂലയെ മാത്രമേ ഏരിയുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഇത് വാരിയിടുക. ഇത് ഒരടി കനത്തില് ഇത് വാരിയിട്ടു. ഒരു കുറെ ചാണകം കലക്കി വെച്ചു. ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് അത് അതിന് മുകളിലോട്ട് പിന്നെയും വാരിയിടും. റെഡി ചീഞ്ഞ് കിടക്കുന്നു വാരിയിടും. ഇങ്ങനെ ഇട്ടിട്ടാണ് ഇത് മുകളിലാക്കുക. മുകളിലായി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം റെഡിമെയ്ഡ് ആഹാരം കൊടുക്കും. ഇതെല്ലാം കൂടെ ഒരു മൂലയിലോട്ട് തള്ളി അങ്ങ് തള്ളും. ഇര തള്ളിയിട്ട് ബാക്കി ചീഞ്ഞ് കൂടെ വാരിയിട്ട് ചാണകം കലക്കി വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ നമ്മൾ ഇത് വാരാനും കിള്ളാനും ഒന്നും പോകണ്ട. ഇപ്പൊ ഇതിനകത്ത് മറച്ചെരയാ കിടക്കുക. ഇത് കണ്ടോ? ഇഷ്ടം പോലെ. ഇവനൊക്കെ പ്രായപൂർത്തിയായതാ, വലുതായിട്ടോ. ഇതൊക്കെ ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ കിടക്കുന്ന പുല്ലാണ് ഈ വളമായിട്ട് കിടക്കുന്നത്. ഇത് നമ്മൾ അപ്പൊ ഇത് മാലിന്യമായിട്ട് തീരേണ്ട സാധനമാണ് ഇവിടെ. ഇതിപ്പോ എല്ലാ വീടുകൾക്കും ഇതുപോലെയുള്ള ഓരോ മണ്ണർ കമ്പോസ്റ്റ് ഉണ്ടാക്കാം. ഇന്നിപ്പം ഇത് ഉണ്ടാക്കണമെങ്കിലേ ഭയങ്കര ചെലവ് വരും. ഇത് നനയാതെ ആക്കണം. എലി കയറും, ഉറുമ്പ് കയറും. ഇങ്ങനെയുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കാതെ നമ്മൾ സൂത്രത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കി വിജയിക്കുക. അപ്പൊ അതിന്റെ ആ ചെലവൊക്കെ കൂടെ ഇപ്പം കൃഷിക്കാരന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കേണ്ടതാണ്. എങ്കിലേ ഉത്പാദനം ഉണ്ടാവുള്ളൂ. ഒന്ന് നമ്മുടെ മാലിന്യ സംസ്കരണം, അവരുടെ മാലിന്യ സംസ്കരണം മാത്രമേ പ്രായോഗികമാകുള്ളൂ. ഇതെല്ലാം കൂടെ കൂടിയിട്ട് എവിടെയെങ്കിലും അങ്ങാടി കൊണ്ടിട്ട് അതോ വേറൊരിടത്ത് കൊണ്ടിട്ടിട്ട്. അപ്പൊ സാറേ ഇതിനകത്ത് ഇപ്പൊ ഇത്ര അധികം ഇരയുണ്ട്. ഈ ഇതിന്നല്ലേ ഇതും കൂടെ വളം മാറ്റിട്ടേക്കണേ. അപ്പൊ അതിനകത്തും കുറെ ഇര കാണില്ലേ? അതിന് ഒരു പണിയുണ്ട് സാറേ. ഇതിന് മുകളിൽ അവിടെ നമ്മൾ നനവ് കൊടുക്കുക. ഇത് കൂട്ടിയിട്ടിരിക്കും. നനവില്ലാതെ അവിടെ നനയ്ക്കാതിരിക്കുക, ഇവിടെ നനവ് കൊടുക്കുകയും ചെയ്യാം. ഇവിടെ ചാണകം കലക്കി വെച്ച് ഇതിനെ അത് തന്നെയല്ല ഒരു കാര്യം. ഇത് ഇവരുടെ വേസ്റ്റിനകത്ത് ഇത് കിടക്കില്ല. ഈ ഇര തിന്ന വളമായ തീർന്നതാണല്ലോ. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ നല്ല സാധനമാണെങ്കിൽ അവർക്ക് ഇരയെ സംബന്ധിച്ചിടത്തോളം അത് വിസർജ്യമാണ്. അപ്പൊ അതിന് സ്വതവേ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് അതൊന്ന് നനയ്ക്കാതെ
നനയ്ക്കാതെ ഇട്ടാൽ മതി. ഇത് ഉണങ്ങി വരുന്നതിനനുസരിച്ച് ഇത് ഞാൻ മാതിരി കാണിച്ചു തരാം. ഈ കുഴിയുടെ അങ്ങേറ്റത്തുനിന്ന് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഇതിപ്പോ നമ്മൾ ഇതിന് മുകളിൽ നിന്ന് വാരി ചാക്കിനകത്തോട്ടാക്കും. അപ്പൊ അടി നനവുള്ളതിനകത്തുണ്ടാവും. ഇത് കുറച്ചങ്ങോട്ട് നമ്മൾ മാറ്റി മാന്തി അടിയിൽ നിന്ന് എടുത്താൽ കുറച്ചു നേരം കാണും. നനവുണ്ടല്ലോ ഇല്ല, ഇതിനകത്തില്ല. ഒട്ടും വന്നിട്ട് വരെ അതേസമയം ഇതിന്റെ തീറ്റ കിടക്കുന്നത് കേട്ടോ. ഇത് ബയോഗ്യാസ് പ്ലാന്റ് കഴിഞ്ഞിട്ടുള്ള സ്ലറി. ഇത് ഗ്യാസ് കഴിഞ്ഞുള്ള സ്ലറി. പിന്നെ കോഴിക്കോട് അഴിച്ചു കൂട്ടുന്നത്, തൊഴുത്ത് കഴുകുന്നത്, പശുക്കളെ കുളിപ്പിക്കുന്നത്, പിന്നെ അടുക്കളയിലെ വെള്ളം അതാണ്ട് ആ പൈപ്പ് വഴി വരും. മറ്റേ നിലവിലെ അവിടെ നിന്നുള്ള വഴി ഇത് ഇതിങ്ങനെ വന്നിട്ട് ഇതെല്ലാം കൂടെ കൂടി ഇതിനകത്ത് കിടക്കും. ഇതിനെ ഞാൻ അടപ്പം കറന്നിട്ട് കഴിഞ്ഞാൽ ഈ ടാങ്കിലിട്ട് വരും. എന്നിട്ട് അതൊന്ന് മോട്ടോർ സ്റ്റാർട്ട് ചെയ്ത് കലക്കി കഴിഞ്ഞ് പൈപ്പ് വഴി അങ്ങോട്ട് ഒഴിച്ചിട്ട് ഗ്രാവിറ്റിയിൽ അങ്ങ് എന്നിട്ട് അവിടെ പൈപ്പ് വെച്ച് പിടിക്കാം. ഈ തോട്ടത്തിന്റെ 1/3 ഭാഗം നനയ്ക്കാനുള്ള വെള്ളം കിട്ടും. ഇതിനകത്ത് 50,000 ലിറ്റർ വെള്ളം കൊള്ളു. അതൊരു 5,000 ലിറ്റർ കൊള്ളു. ഇപ്പൊ ഇത് ഇങ്ങനെ തരണം. ഇത് ഇങ്ങനെ വലിച്ചു നിർത്താൽ മതി. ഇതിന്റെ അടിയിൽ നിന്നാ വാഴുക. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, നാളെ 1 മണ്ണ് ജല സംരക്ഷണം, 2 ബഹുവള കൃഷി, 3 ഉപത്തൊഴിലുകൾ, 4 മാലിന്യ സംസ്കരണം. ഇത് നമ്മൾ ഉപത്തൊഴിലുകളും മാലിന്യ സംസ്കരണവും ആദ്യത്തെ കണ്ടു. ഇനി നമ്മൾ ബഹുവള കൃഷി, മണ്ണ് ജല സംരക്ഷണം അങ്ങോട്ടാ പോകുന്നത്. അവിടെ തോട്ടകൃഷികൾ. ഈ ചാലുകൾ മഴവെള്ള സംഭരണികളാണ്. ഇത് മഴവെള്ള സംഭരണി. ഇതിപ്പോ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, മണ്ണ് ജല സംരക്ഷണം എന്നൊരു കാര്യം ആദ്യം പറഞ്ഞല്ലോ. ഒന്നാമത് അതിന് മണ്ണ് ഈ സ്ഥലം ചെരിഞ്ഞു കിടന്ന സ്ഥലം. നമ്മുടെ കയ്യിൽ നിന്നപ്പോ ഈ സ്ഥലം ഇങ്ങനെ ചെരിഞ്ഞു കിടന്നു. അത് കയ്യാല കെട്ടി 1 മീറ്റർ ഒക്കെ കയ്യാല കെട്ടിട്ട് അത്ര അവിടെയും കയ്യാല കെട്ടി. അങ്ങനെ എല്ലാം തട്ടുകളാക്കി. അപ്പൊ ഇതൊരു 30 അടി ഇടയെ വെച്ചിട്ടാണ് ഇത് ഭാവിച്ചത്. 30 അടി വീതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന്റെ നടുക്കൂടെ വീതിക്കാണ് ഈ ചാല് വെട്ടി. ഇപ്പൊ കമുകാണല്ലോ ഇതിനകത്തുള്ള 10 അടി കാലത്തിലാണ് കമു വെച്ചിരിക്കും. 30 അടി കാലത്ത് ഈ ആദ്യം വെച്ചിരിക്കും. അപ്പൊ ഇതിന്റെ നടുക്കൂടെ ഈ ചാല് കൊടുത്തിരിക്കും. അപ്പൊ ഇതിനകത്ത് പെയ്യുന്ന വെള്ളം മുഴുവൻ ഇപ്പൊ ഇതിനകത്ത് ചാലിന്. അതുകൊണ്ട് 2-3 ഗുണങ്ങളാ ഉള്ളൂ. ഒന്ന്, നമ്മുടെ മണ്ണൊലിപ്പ് പൂർണ്ണമായിട്ടും തടയപ്പെട്ടു. മണ്ണ് ജൈവാംശമുള്ളതായിട്ട് മാറി. രണ്ടാമത്, ഈ വർഷകാലത്ത് പെയ്യുന്ന വെള്ളം മുഴുവൻ ഈ കൃഷിഭൂമി നിൽക്കുകയാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ ചെയ്താണല്ലോ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകും. അപ്പൊ കാലവർഷക്കെടുതിക്കും ഇതൊരു പരിഹാരമാണ്. ഈ താഴ്ന്ന വെള്ളമാണ് അടുത്ത വേനൽക്ക് നമ്മുടെ വിളവിൽ കിട്ടുന്നത്. ഈ ചാലിൽ വളം ഇട്ട് കൊടുത്താൽ ചെടിക്ക് ഇതിൽ നിന്ന് തന്നെ വലിക്കാൻ പറ്റും. ചാലിൽ നമ്മൾ ചപ്പ് ചവറ് ചാണ് ഇതിനകത്ത് വീഴുന്ന ഈ കരിയിലെല്ലാം കൂടി ഇതിനകത്ത് ഇടുകയാണ്. ഇട്ടിട്ട് ഇതൊക്കെ ഇതെല്ലാ വർഷവും നന്നാക്കേണ്ടി വരും. ഈ കോരി അങ്ങോട്ട് ഇടും. പിറ്റേ കൊല്ലം ആകുമ്പോഴത്തേക്കും ഇപ്പൊ ഞാൻ തെളിച്ചിട്ടിരിക്കുന്ന അപ്പൊ ഈ ചപ്പ് ചവറ് ഇതിനകത്ത് വളം ഉണ്ടെങ്കിൽ ഇതിനകത്ത് നിറച്ചു പേരാണ് കഴിയല്ലേ. അത് ശരി. അപ്പൊ അത് ഇന്ന് തന്നെ അത് വലിച്ചെടുക്കുന്നു. ഇനി ഇപ്പൊ ഇതിനകത്ത് സാറേ ഇപ്പൊ ജാതിയുണ്ട്, കമുകുണ്ട്, കൊക്കോ ഉണ്ട്, കുരുമുളകുണ്ട്, വാഴയുണ്ട്, അല്ലേ? അങ്ങനെ ഇത്രയും സാധനങ്ങൾ ഇപ്പൊ ഇതിനകത്ത് തന്നെ ഉണ്ട്. ഈ ജാതിയൊക്കെ കായൊക്കെ പറിക്കാറായിട്ടില്ലേ? ഇത് വീഴുമ്പോ പൊട്ടുമ്പോ പറിച്ചെടുക്കുക അല്ലേ? കുരുമുളക് പിന്നെ പാകമാകുമ്പോ എണിയ വെച്ചിട്ട് ഈ ഒരുപാട് പൊക്കത്തിൽ പോയേക്കുന്നു. അതൊരു ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ കയറ് അത് കയറ്റി വിടുകയല്ല, അവിടെ വെച്ച് മുറിച്ചിട്ട് ഞെടുക്കാണ്. നമ്മുടെ ഇപ്പൊ അടുത്ത പറിക്കാകുമ്പോഴത്തേക്കും അതിന്റെ ഒരു എണിയുടെ പൊക്കം കണക്കാക്കി മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ തളുത്ത് കയറുന്ന ഞാൻ അങ്ങനെ പറിച്ചെടുക്കുന്നത്. ഏറ്റവും മുകളിൽ വരെ വിടുക, പിന്നെ അവിടെ ഒരു കെട്ടിട്ടിട്ട് ഇനി മറിച്ചിടുക. കൊക്കോ പുതുതായിട്ട് വെച്ചതാണ്. ഇതിനകത്ത് കുറെ ഗ്രാമ്പ് ഉണ്ടാകും. ഗ്രാമ്പ് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ക്യാപ്പ് വന്നു. ഇതിപ്പോ നമ്മൾ ആ മുകളിൽ കണ്ട സ്ലറിയാണ് ഈ ചാലൊക്കെ നിറഞ്ഞു കഴിയുമ്പോൾ ഇതെടുത്ത് വേറൊരു ഭാഗത്ത് നമ്മൾ സാധാരണ ചെയ്യുന്നത് മറ്റേ ഇതിനകത്തോട്ട് വിടുകയാണ്, ഈ തെങ്ങിന്റെ ചുവടിലോട്ട് വിടുകയാണ്. അപ്പൊ ഇത് വെള്ളം കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ ഇതിനകത്തോട്ട് മരമുണ്ടല്ലോ, ചൂടൊക്കെ നനഞ്ഞു കിടക്കാനുണ്ട്. അതെ, ഇത് വലിച്ചോളുമായിരിക്കും. ഇത് വെച്ചോളും. ഇത് ഭൂമിക്ക് അടിയിലോട്ടാണല്ലോ ഈ വെള്ളം മുഴുവൻ. ഇത് വേസ്റ്റ് ആയിട്ട് പോവല്ലോ. ഇതാണ് മണ്ണ് ജല സംരക്ഷണത്തിന്റെ ഒരു ഉദാഹരണം. ഈ ജലസംരക്ഷണം മഴവെള്ളത്തിന് മാത്രമല്ല, ഇപ്പൊ നമ്മൾ വീട്ടാവശ്യത്തിന് എടുക്കുന്ന വെള്ളം മുഴുവനും കന്നേരെ കുളിപ്പിക്കുന്നു എല്ലാം ഇതിങ്ങനെ. ഈ ജാതി കമുക ഇതിനൊക്കെ വളമായിട്ടിടലുണ്ടോ? വളമിടലുണ്ടോ? പിന്നെ വളമിടും. അതെ, എവിടെ ഇടുന്നത്? വളം ഇതിന്റെ ചോട്ടിൽ തന്നെ തോന്നി. അതിന് കല്ല് കെട്ടിയിട്ട് ഇതിന്റെ സൈഡ് നോക്കിയാൽ ജാതിയുടെ മുഴുവൻ കെട്ടിയിരിക്കും. ഇതിന്റെ വേര് മണ്ണ് ഇളക്കാൻ പറ്റും. അവിടെ കാണാം. അവിടെ
അപ്പൊ അതുകൊണ്ട് ഒളിച്ചു പോവാതെ കല്ല് വെച്ചിരിക്കുക. അതിന് മണ്ണ് ഇളക്കുകയും വേണ്ട, മറ്റേ ഇത് വേണ്ട, മുഴുവൻ്റെ തറ കെട്ടിയിട്ടുണ്ട് അവിടെ ഇട്ട് കൊടുക്കുക. ജാതിക്ക പൊട്ടി കഴിയുമ്പോൾ നമ്മൾ കഴിയുമ്പോൾ തോട്ടിക്ക് പറിച്ചെടുക്കാം. ചെറിയ തോട്ടിക്ക് കുറച്ചിപ്പം കയറണം. അതെ. എന്നിട്ട് നമ്മൾ ജാതിപത്രി വേർപെടുത്തിയാണ്. അതെ, ജാതിപത്രിയൊക്കെ വേർപെടുത്തി ഉണക്കിയിട്ട് അതിനുള്ള പയറൊക്കെ ഉണ്ട്. ഇതിപ്പോ സൂര്യപ്രകാശം മിക്കവാറും ഇത് മുഴുവനും ഇതില് ഈ ചെടികൾ തന്നെ എടുക്കുന്നുണ്ട്. അതാണല്ലോ സാറ് പറഞ്ഞത്, പണ്ട് ഇവിടെ ഭയങ്കര വെയിലായിരുന്നു. ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്നേ കമുകാണ് അതിനകത്ത് പ്രധാന വിളയായിട്ട് വെച്ചിരിക്കുക. അതിന് 10 അടി അകലമുണ്ട്. അപ്പം 30 അടി അകലത്തിൽ ആദ്യം വെച്ചിരിക്കുക. കമുകിനെ സംബന്ധിച്ചിടത്തോളം ഈ 10 അടി എന്ന് പറഞ്ഞാൽ ഉദിക്കുമ്പോൾ പോലെ അസ്തമിക്കുന്നവരെ ഇതിന്റെ തെങ്ങിന് ഇതിന്റെ തലയ്ക്ക് അതിനായി 10 അടി അകലം വരും. അപ്പൊ ആ വില അതിന്റെ തൊട്ട് താഴെയായിട്ടാണ് ജാതി വെച്ചത്. അപ്പൊ ഇതിനിടയ്ക്കൂടെ ഇറങ്ങി വരുന്ന ഒരു പ്രാവശ്യം മതി. ഈ 10 അടി വെക്കുമ്പോൾ 4 കമുകിന്റെ അടുക്കള നടുവശം പോലെ ഡേറ്റാ വരുന്നത്. ഓണോടുകൂടി 15 അടി വരും. ആ സൂര്യപ്രകാശത്തിലാണ് ഈ ജാതി വെക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ജാതി കുരുമുളക് വെക്കും. ഇനി ഇതിനിടയ്ക്കൂടെ വരുന്ന ചില്ലറ സ്ഥലത്തൂടെയൊക്കെയാണ് ഈ വാഴ ചെറുകൃഷിയൊക്കെ ചെയ്യും. വലിയ കാര്യമായ കൃഷികളും ഇനി പോവുക. അപ്പോൾ ഇതിനകത്തുള്ള സൂര്യപ്രകാശം 100% നമ്മൾ ഉപയോഗിക്കുന്നു. ഇത് പല വിളകളായ കാരണം നമുക്ക് 12 മാസവും വിളവെടുപ്പുകാരായിട്ട് ഈ കൃഷിഭൂമിയെ മാറ്റിയെടുക്കാം. ശ്രദ്ധയും കിട്ടും. ഇപ്പം കുരുമുളകിൻ്റെ വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ ജനുവരി ഫെബ്രുവരി മാസത്തിലാകും. മാർച്ച് ഏപ്രിൽ ആകുമ്പോൾ ഇതിൻ്റെ ബോർഡറിൽ ഒരു നേരം തെങ്ങ് നിൽക്കുന്നുണ്ട്. തേങ്ങ കിട്ടും, അതിൻ്റെ പ്രധാന വിള. അത് കഴിഞ്ഞ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്കും ജാതിക്കായിട്ട് നല്ല സീസണായി. സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോൾ അടയ്ക്കായാലും. ഇതാണ് ഞാൻ പറഞ്ഞ 12 എന്നാലേ അതൊരു പ്രയോജനപ്രദമായിട്ട് വരുള്ളൂ. ഇന്നെല്ലാം അപ്പോഴേ പറമ്പ് പോലെ നന്നായിട്ട് കിടക്കുള്ളൂ. ഇതിപ്പോൾ ഇവിടെ കളകളൊന്നും ഇല്ല, എല്ലാം നല്ലതായിട്ട് കിടക്കുന്നു. കാര്യം എന്തൊക്കെ പറഞ്ഞാലും വിളവെടുപ്പ് സമയത്താണല്ലോ ഇവിടെ കൂടുതൽ വരുന്നത്. തോമസേട്ടൻ കൃഷി വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. ശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ച് അതൊരു തിയറി ഒരു നോട്ട്ബുക്കിൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കില്ലെങ്കിൽ പോലും തോമസൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വരുന്ന എല്ലാവരും പഠിപ്പിക്കുമ്പോൾ FFS ഒക്കെ എന്ന് വെച്ചാൽ ഫാം ഫീൽഡ് സ്കൂളൊക്കെ ഞങ്ങൾ തോമസൻ്റെ ഫീൽഡിലാണ് നടത്താറ്. അപ്പോൾ തോമസേട്ടൻ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്ന ഒരു വാക്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിയുന്ന വെയിലും പെയ്യുന്ന മഴയും ഉൽപ്പന്നമാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചാൽ അതാണ് ഒരു കർഷകൻ്റെ വിജയം എന്നുള്ളത്. അതിനെക്കുറിച്ച് എന്നിട്ട് പിന്നീട് ഒരുപാട് ക്ലാസ് എടുത്തു തരികയും അത് ഏത് രീതിയിൽ, അതായത് നമ്മുടെ സ്പേസിങ്, ഈ 2 മരങ്ങൾ തമ്മിലുള്ള ഇട പോലും തോമസേട്ടൻ സയൻറ്റിഫിക്കായിട്ട് കണക്കൂട്ടിയാണ് വെക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഒരു ഇതിൽ വെയിൽ വേണം, ഏതൊക്കെ മരങ്ങൾക്ക് കൂടുതൽ വെയിൽ വേണം, വെള്ളം വേണം, അതൊക്കെ തോമസേട്ടൻ കണക്കൂട്ടുന്നുണ്ട്. ആ രീതിയിൽ കൃഷി എല്ലാവരും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് തോമസേട്ടൻ്റെ ഒരു പാഠം, ഈ സ്ഥലം എന്ന് പറയുന്നത് തന്നെ നമുക്ക് പഠിക്കാവുന്ന, അതായത് ഒരു റിസർച്ചിനുള്ള ഒരു സ്ഥലമാക്കി മാറ്റാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ തോമസേട്ടൻ ഇപ്പോൾ 76 വയസ്സായി എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ തോമസേട്ടൻ്റെ കൂടെ നടക്കുകയാണെങ്കിൽ നമുക്ക് നടന്നെത്തില്ല തോമസേട്ടൻ. അങ്ങനെ ഒരു സ്ഥിരോത്സാഹി ആയതുകൊണ്ട് തന്നെ പ്രായം എന്നുള്ളത് തോമസേട്ടൻ വകവെക്കുന്നില്ല. തോമസേട്ടൻ അതൊരു പ്രശ്നമേ അല്ല പ്രായം എന്നുള്ളത്. അത് തന്നെയാണ് ഒരു കർഷകന് വേണ്ട ഏറ്റവും ബെസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആരോഗ്യവും അതിനുള്ള ഉത്സാഹവും. അത് നമുക്ക് പോലും കൂടെ എത്താനത്തെ ഇപ്പോൾ ഇത് കയ്യാലെ കയറണമെങ്കിൽ തോമസേട്ടൻ കയറി നമ്മളെ കൈപിടിച്ച് തരും. വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ് ഒരു കർഷകൻ്റെ ആ ഒരു ശാരീരികമായ സ്റ്റാമിന. അതും ഒരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ മാനസികമായ അത് വീണ്ടും പുതിയ പരീക്ഷണങ്ങൾക്ക്, എത്ര പ്രായമായെങ്കിലും പുതിയ പരീക്ഷണങ്ങൾ ചെയ്യാനുള്ള ആ മാനസികാവസ്ഥ അതൊരു വലിയ കാര്യമാണ്. ഇത് ഒരു മൊട്ടക്കുന്നായിരുന്നു അല്ലേ? ഒറ്റക്കുന്നാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെരിവാണ്. അപ്പൊ ഇത് ഈ കയ്യാലയൊക്കെ കെട്ടിയെടുത്തത് നമ്മളാണല്ലേ? അതെ. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് മൊത്തം ഒരു കോഴിമുട്ട പോലെ ഇരുന്ന സ്ഥലമാണ്. കോഴിമുട്ട പോലെ ഇത് കൊണ്ടൂർ ലൈൻ അടിച്ചിട്ടാണ് കയ്യാല കെട്ടിയത്. അതിന് കയ്യാല കൊണ്ടൂർ ലൈൻ എങ്ങനെ അടിക്കും? കൊണ്ടൂർ ലൈൻ എന്ന് പറഞ്ഞാൽ അത് ലെവല് വെച്ച് അടിക്കണ്ടേ? അതിന് ലെവല് വേണ്ട. അതിന് നമ്മൾ വേറൊരു നാടൻ രീതിയാണ്. നാടൻ രീതി എന്ന് പറഞ്ഞാൽ ഒരു ഏമട്ടം ഉണ്ടാകും. ഇതിനടിയിൽ ഒരു കല്ല് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ 2 കൊമ്പ് ശരിയായില്ല. അപ്പൊ ഇവിടെ ഒരു കുറ്റി കടിച്ചിട്ട് അതിന്റെ സമാന്തരമാണല്ലോ ഇവിടെ വരുന്നത്. എന്നിട്ട് ഈ കാലെടുത്തിട്ട് അപ്പുറത്തോട്ട് വെക്കും. അപ്പുറത്തോട്ട് വെക്കുമ്പോൾ 10 അടി ആലാകും. 10 അടി നിരപ്പ് കിട്ടും. അതേ രീതി മൊത്തം 2 സമാന്തര രേഖകളെ തമ്മിൽ യോജിപ്പിക്കാന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ ഇതെല്ലാം ഒരേ ലെവലിൽ ഒരു ലൈനിൽ നിന്ന് 10 അടി മാറിയുള്ള ഒരു ലൈൻ എടുക്കും. അത് യോജിപ്പിച്ചു. അതുപോലെ തന്നെ 1 മീറ്റർ കയ്യാല കെട്ടിയിട്ട് അത്രയും ഭാഗം നിരത്തും. അപ്പൊ ഇത് നമ്മൾ നിരത്തി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 3 മീറ്റർ നിരത്തും.
3 മീറ്റർ നിരപ്പ് വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത കയ്യൽ അങ്ങനെ കെട്ടി വന്നു കഴിഞ്ഞപ്പോൾ പണ്ട് കാലത്ത് ഇത് ഭയങ്കര നടുക്കുള്ള ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ സ്ഥലം ഇങ്ങനെ കോഴിമുട്ട പോലെ നിങ്ങൾ നടുക്കൂടി ഇങ്ങനെ ചാലുണ്ടാവും. ആ ചാലിക്കള ഇപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടെന്ന് അറിയാം. ഇപ്പോൾ വെള്ളമൊക്കെ ഇവിടെ തന്നെ ഇവിടെ തന്നെ. അപ്പോൾ അത് ഫലപുഷ്ടി വന്നു. ഇപ്പോൾ ഈ പയറൊക്കെ ഒരുപാടുണ്ടല്ലോ. വയറ ഇതിപ്പം റബ്ബറിനകത്തുള്ള 2-3 വർഷത്തേക്ക് നമുക്ക് ഇടകൃഷിയായിട്ട് ചെയ്യാമല്ലോ. ആ ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ പയർ. ഈ പയർ മറ്റേ മുളക് ഇങ്ങനെയുള്ള കൃഷികളൊക്കെ. ഇതിപ്പം റബ്ബർ ഇപ്പം എന്ത് പ്രായം? റബ്ബർ കഴിഞ്ഞാലും വെച്ച് പന്നിയുടെ ശല്യം കൊണ്ട് ഒരുപാട് കൈ കേട് വന്നു. അതാണ് ഇപ്പം രണ്ടാമത് വെച്ചിരിക്കുന്നത്. ഒരു വർഷം ഇനിയിപ്പോൾ 1 വർഷം കൂടെ കൂടി പന്നി കുത്തിക്കളയോ? അത് പന്നി കുത്തി മുഴുവൻ ഈ റബ്ബറിന്റെ പാല് കുടിച്ചാൽ പന്നി ചാവത്തൊന്നുമില്ല. ഇല്ല. പിന്നെ തീറ്റപ്പുല്ല, പന്നികൾക്കുള്ള തീറ്റപ്പുല്ലായി കൊണ്ടോട്ട്. അത് ശരി. പക്ഷെ ഇവിടെ നിന്നൊക്കെ പുല്ല് ചെത്തി കൊണ്ടുപോണ്ട്. ജീപ്പിനുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടിച്ചില്ല, അതിൽ നിന്ന് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കെട്ടിയിട്ട് ജീപ്പിലോട്ട് കൊണ്ടുപോകും. അത് മുകളിലൊക്കെ തീറ്റപ്പുല്ല് നമ്മുടെ അതെ അങ്ങോട്ടുള്ള ഇറങ്ങുന്നുണ്ട്. റബ്ബർ ടാപ്പിംഗ് എത്ര ആവണം? ഇത് 7 വർഷം. 7 വർഷം. 3 വർഷം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞാൽ പിന്നെ 3-4 വർഷത്തേക്ക് ആദായം കിട്ടുകയില്ല. പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ സപ്പോർട്ട. അത് ഇവിടെ ആദ്യം നമ്മളൊരു 1.5-2 ഏക്കർ സ്ഥലം നമ്മൾ വെട്ടിയിട്ടൊരു 5-8 കൊല്ലം മുമ്പ് ചെയ്തു. അന്നാ ഈ സ്ഥലമെല്ലാം നിരത്തി നല്ല റെഡിയാക്കി എടുത്ത്. ആദ്യം റബ്ബറായിരുന്നു. അവർ റീപ്ലാൻ ചെയ്തപ്പോൾ ഇങ്ങനെയുള്ള കൃഷികളെ മാറ്റി കമുക, ജാതി, ഒരു ജാതി, ഒരു സപ്പോർട്ട, ഒരു ജാതി, ഇങ്ങനെ ഈ രീതിയിലാണ് ചെയ്തത്. ജാതിയൊക്കെ കായായി. ഒരേ രീതിയിൽ തോട്ടം വളർത്തിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പല വർഷങ്ങളായിട്ട് പല രീതിയിലൊക്കെ പക്ഷെ പിടിച്ചു കിട്ടിയ ഒരുപാട് പിന്നെ വർഷങ്ങളൊക്കെ. ഇതിലിപ്പോൾ 50 ജാതി പിടിച്ചാൽ മതി. ഈ പറയുന്ന 5 ഏക്കർ റബ്ബറിനകത്തിനേക്കാൾ കൂടുതൽ വരുമാനം കിട്ടും. അതുപോലെ ജാതിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ നല്ല വില വരും. എന്നാൽ ഇപ്പോഴും നിലവാരം വിലയുണ്ട്. ഇപ്പം കായ്ക്ക് ഒരു 300 രൂപ നല്ല തീരെ ഒരിക്കലും താന്നു പോകും. 200 രൂപ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കായുണ്ട് 1 കിലോ വരും. അതിന് 200 രൂപയില്ലേ. 1 കിൻഡിൽ പത്രി കായ്ക്ക് 15 കിലോ പത്രി കിട്ടും. അതായത് 2 ഗ്രാം ഒരു കായുടെ പത്രി. ഒരു കായുടെ പത്രി 2 ഗ്രാം. 2 ഗ്രാം 10 ഗ്രാം കായ്. ഇതാണ് അതിൻ്റെ ഒരു ഏതാണ്ട് ഒരു ആവറേജ്. അപ്പം പത്രിക്ക് 1000 രൂപ വിലയില്ലേ. 2 ഗ്രാം പത്രി കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 രൂപയല്ലോ. വർഷങ്ങളായി പരിചയമുള്ള ഒരു കൃഷിക്കാരനാണ് വെട്ടത്തെ തോമാസൻ എന്ന് പറഞ്ഞ എൻ്റെ സഹപ്രവർത്തകൻ എന്നറിയില്ല, എൻ്റെ നേതാവ്. ഞാൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒരു സെക്രട്ടറിയായി ഇരിക്കുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ജീവനക്കാരനായി നിൽക്കുന്ന സമയത്ത് തന്നെ ബാങ്കുമായി നല്ല ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ടൊരു കുടുംബ സുഹൃത്ത് എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ. പിന്നെ വീടുമായിട്ടുള്ള ബന്ധവും അതുപോലെ തന്നെ ഈ പറമ്പുമായിട്ടുള്ള ബന്ധവും അദ്ദേഹത്തിൻ്റെ കൃഷിയുമായിട്ടുള്ള ബന്ധവും എനിക്കുള്ളത്. പലപ്പോഴും ഇവിടെ വരുന്ന പല ഉന്നതന്മാരായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ പട്ടിക വികസന വകുപ്പ് മന്ത്രി AK ബാലൻ, അതുപോലെ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക്ക് ഈ അടുത്ത സമയത്തടക്കം ഇവിടെ വന്നു. അപ്പോൾ അതിൽ ഉള്ള ഒരു കാര്യം എന്താ പറഞ്ഞാൽ, ഈ പറമ്പ് അല്ലെങ്കിൽ ഈ കൃഷിയിടം, അതിൽ നിന്ന് ഇവിടെ കാണുന്ന എല്ലാം തന്നെ ഒരു മാതൃകയാണ്, എല്ലാവർക്കും മാതൃകയാണ്. മാത്രമല്ല ഇന്ന് ഇതിൻ്റെ തോമസ് ഏട്ടൻ്റെ ഈ കൃഷിയുടെ കണ്ട് പഠിച്ച് ഒരു പരിധി വരെ ഈ ഭാഗത്തുള്ള മറ്റ് കൃഷിക്കാർ തോമസ് ഏട്ടനെ പോലെ തന്നെ മത്സരിച്ച് ഉയർന്ന തലത്തിൽ എത്തണം എന്നുള്ള നിലയ്ക്ക് ഈ കൃഷിയെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള ഒരു അനുഭവം നമുക്കിവിടെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള കൃഷിക്കാരെടുത്ത് പരിശോധിക്കുമ്പോൾ കാണാൻ വേണ്ടി കഴിയും. മാത്രമല്ല ഞാനടക്കം മനസ്സിലാക്കിയുള്ളത്, ഇപ്പോൾ നേരത്തെ കർഷകശ്രീ അവാർഡ് കിട്ടി. ആ കിട്ടിയ സമയത്തടക്കം അദ്ദേഹത്തിനെ ആദരിക്കുന്നതിന് വേണ്ടി നടത്തിയ ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താ പറഞ്ഞാൽ, കുറഞ്ഞ ഭൂമി 5 ഏക്കർ ഭൂമിക്കകത്ത് വലിയ നിലയിലുള്ള ഉൽപ്പാദനം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അതിൻ്റെ ഒരു മാതൃക എന്നുള്ള എനിക്ക് ഇവിടെ ശ്രദ്ധിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പൊതുവായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് പറയുന്നത് എന്താ, കൃഷി എന്ന് പറഞ്ഞാൽ അത് ഒക്കാത്ത ഒരു ഏർപ്പാടാണ് എന്നാണ് എല്ലാവരും പറയാം. പക്ഷേ തോമസ് ഏട്ടനുള്ള അഭിപ്രായം അതല്ല. ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം എന്ന നിലയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ അവിടെ നിങ്ങളൊരു സ്റ്റാമ്പിൻ്റെ പുറത്ത് ശമ്പളം ഒപ്പിട്ടിട്ട് ശമ്പളം വാങ്ങുന്ന രീതിയിൽ നിങ്ങൾ ഈ കൃഷിയിടത്തിൽ ഇറങ്ങിയിട്ട് അതിന് തയ്യാറാവുകയാണെങ്കിൽ ഒരു ജോലിക്കാരന് കിട്ടുന്നതിൻ്റെ 2-3 ഇരട്ടി ഇവിടുന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും എന്നുള്ളൊരു സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ കൃഷിയിടം കണ്ടു കഴിഞ്ഞ് ഇവിടെ നമ്മൾ സംഘടിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ കൂടിയടക്കം ആൾക്കാർക്ക്
ബോധ്യം വന്ന് ഇദ്ദേഹത്തെ ഒരു മാതൃകയാക്കിക്കൊണ്ട് പിന്നെ മൊത്തത്തിൽ ഈ പ്രദേശത്ത് പിന്നെ കൃഷിയെ പോഷിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ കൃഷിക്കാരത് ഉപയോഗപ്പെടുത്താൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് നല്ല ബോധ്യമാണ്. തോമസ് ചേട്ടന്റെ ഈ വിജയത്തിന്റെയൊക്കെ പിന്നില് ഈ കുടുംബാംഗങ്ങളുടെ ഒക്കെ സഹകരണം തീർച്ചയായിട്ടും ഉണ്ടല്ലോ. തീർച്ചയായും അവരെയൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തണ്ടേ? ഒന്ന് പരിചയപ്പെടുത്തും. ഇത് ഭാര്യ, ഇത് പെങ്ങൾ. പേരോടി പറഞ്ഞു. ഏലിക്കുട്ടി. ഏലിക്കുട്ടി അല്ലേ? അവന്റെ പേരോ? അയ്യോ, ഇത് ലിയോൺ. ഓ, മകന്റെ മോനാ. ഇവിടെ ഇത്രയും പേരാ ഇവിടെ താമസിക്കുന്നത്. ഇത് പെങ്ങള. ഇത് ഇളയ മോൻ. അവന്റെ ഭാര്യ. ഇത് അവിടെ പേര് ജീന. അൽഫോൻസ പേര് മറക്കില്ല. ഇപ്പൊ നിങ്ങളുടെ തോട്ടം നല്ല സുന്ദരമായിരിക്കില്ലേ? ഇതിൽ കുറെ നാൾ ലീവ് വരും. ഏതായാലും വളരെ അഭിനന്ദനാർഹമായ കാര്യം. അവിടെ വന്നതിനുള്ള ഞങ്ങൾ അങ്ങോട്ട് പറയുന്നത്. ഭൂമിഗീതം പരിപാടിയെ പറ്റി നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളും കൃഷി സംബന്ധമായ സംശയങ്ങളും ദയവായി ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ മേൽവിലാസം ഭൂമിഗീതം, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. ഭൂമിഗീതത്തിൻ്റെ ഈ ഉപാഖ്യാനം ഇന്നിവിടെ അവസാനിക്കുകയാണ്. അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.